മുളയരി അല്ലേ? മുളയരി. അപ്പോൾ ഇത് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ മുളേൻ്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? എപ്പോഴാണ് ഈ മുളയ്ക്ക് അരി ഉണ്ടാവുന്നത്? ഈ മുള 35 വർഷം ആണെന്ന് അരിയാണെങ്കിൽ 35 വർഷം കഴിഞ്ഞാൽ മുള പിന്നെ ഉണ്ടാവില്ല. മുളയരി ലാസ്റ്റാണ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ അരി എന്തിനൊക്കെ പറ്റും? അരി പല ഉപകാരത്തിന് വേണ്ടി പല പലഹാരങ്ങൾ, പായസം, നെയ്യപ്പം, ഉണ്ണിയപ്പം, അങ്ങനെ പല പലഹാരം ഉണ്ടാക്കാൻ നല്ല സാധനമാണ്. പറ്റൂല്ലേ? ഇത് വളരെ മരുന്നിൻ്റെ ഉപകാരം, നല്ല ഔഷധ ഗുണമുള്ളതാണ് അല്ലേ? മുളയരി ഇതാണ് അല്ലേ? പതിരൊക്കെയാണ് ഇപ്പോൾ ഈ പോകുന്നത് അല്ലേ? ചെറിയ മണ്ണും പോകും. അതിന്റെ ഒരു ഇടത്തരം കല്ല് അരിന്റെ കൂടെ തന്നെ നിൽക്കൂല്ലേ? പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കണം അല്ലേ? കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ട് വേണം. അതിൽ കുറെ മണ്ണും കല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇപ്പൊ നിലവില്? എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ചേരി വൃത്തിയാക്കി എടുക്കണം അല്ലേ? ഇതിന് കഴുകിയിട്ട് പിന്നെ അങ്ങനെ അരിച്ചെടുക്കണം അല്ലേ? ഷീറ്റ് വിരിച്ചിട്ടൂടെ ഇവിടെ? അങ്ങനെ ഷീറ്റ് വിരിച്ചിട്ടാൽ വേറെ ആരും വന്ന് വാരിപ്പോകും. അതല്ലേ? നമ്മള് വിരിച്ചെടുത്തിട്ടില്ല. അപ്പൊ അതിങ്ങനെ അടിച്ചു വാരി തന്നെ എടുക്കണം അല്ലേ? നമ്മള് വൃത്തിയാക്കിട്ടാല് നമ്മള് വൃത്തിയാക്കിയതാ. റോഡ് അടുത്ത് തന്നെ റോഡാണല്ലോ, അപ്പൊ ആരെങ്കിലൊക്കെ മറ്റുള്ളവരൊക്കെ വന്ന് എടുത്തു പോകും അല്ലേ? അത് ശരി, നമുക്ക് കിട്ടില്ല അല്ലേ? നമുക്ക് കിട്ടില്ല. അതേപോലെ ഉണ്ടാവും. ഇങ്ങനെ ഈ അരിച്ചുമ്പോ അരി ഇതേപോലെ അങ്ങനെ പോകും. ഇപ്പൊ ഈ ഫൈബറിന്റെ മുറ അങ്ങനെ പറ്റൂല അല്ലേ? കഴിഞ്ഞാല് ആ മുളന്റെ കാലാവധി കഴിഞ്ഞു അല്ലേ? ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം കട്ടിട്ട പിന്നെ മുളയല്ലേ ഈ കാണുന്നത്? ഇപ്പൊ അത് ഉണങ്ങി പോയല്ലോ അല്ലേ? അത് ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇക്കൊല്ലം കട്ടിട്ട് ഇതാണ് ഈ ഒരു കൂട്ടത്തിന്റെ ആണ് അല്ലേ? ഉണങ്ങി തുടങ്ങി അല്ലേ? അതുപോലെ ഇങ്ങനെ അടിച്ചു വരി ഇങ്ങനെ കൂട്ടിയെടുക്കണം അല്ലേ? ഷീറ്റ് വിരിച്ചാൽ എളുപ്പമാണ്, പക്ഷെ അത് നമുക്ക് കിട്ടില്ല എന്ന് മാത്രം. നമുക്ക് കിട്ടില്ല റോഡ് സൈഡൊക്കെ ആവുന്ന സമയത്ത്. ഇങ്ങനെ ഈ അരിച്ചുമ്പോ അരി ഇതേപോലെ അങ്ങനെ. ഇതൊക്കെ ഇപ്പൊ ഇന്ന് ചാടിയതാണല്ലേ? ഇന്ന് ചാടിയ. അപ്പൊ ആദ്യം ഇങ്ങനെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും, പിന്നെ അതങ്ങനെ ചേരയൊക്കെ വൃത്തിയാക്കി എടുക്കണം അല്ലേ? ഇതേപോലെ ആക്കി എടുക്കണം അല്ലേ?